പല ദാമ്പത്യ ജീവിതവും തകരാനുള്ള പ്രധാന കാരണം വിവാഹേതര ബന്ധങ്ങളും സംശയരോഗവുമാണ്. അതിൻ്റെ പേരിൽ ദുരന്തങ്ങൾ വേട്ടയാടുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ. പാലക്കാട് വണ്ടാഴിയിൽ അമ്മയുടെ വഴിവിട്ട സൗഹൃദവും അച്ഛൻ്റെ ക്രൂരതയും 2 പെൺകുട്ടികളെയാണ് അനാഥരാക്കിയത്. അധ്യാപികയായ ഭാര്യയെ സംശയം കാരണം ഭർത്താവ് വെടിവെച്ച് കൊലപ്പെടുത്തി. പിന്നാലെ ഭർത്താവും സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തു. വണ്ടാഴി സ്വദേശി കൃഷ്ണകുമാർ പുലർച്ചെ വീട്ടിൽ നിന്നും ഭാര്യ അധ്യാപികയായി ജോലി ചെയ്യുന്ന കോയമ്പത്തൂരിലെത്തി. തുടർന്ന് സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങി. 1.5 മണിക്കൂറിന് ശേഷം അച്ഛൻ്റെ മുന്നിൽ വെച്ച് കൃഷ്ണകുമാറും എയർഗൺ ഉപയോഗിച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. വണ്ടാഴിയിലെ വീട്ടിൽ നിന്ന് പുലർച്ചെ സ്വയം കാറോടിച്ച് 1.5 മണിക്കൂറിലേറെ യാത്ര ചെയ്താണ് കൃഷ്ണകുമാർ കോയമ്പത്തൂരിലെ വീട്ടിലെത്തിയത്. തുടർന്ന് 2 പെൺമക്കളും സ്കൂളിലേക്ക് പോകും വരെ കാത്തുനിന്നു. അവർ പോയ ശേഷം ഭാര്യ സംഗീതയെ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയ സുനിൽകുമാർ അതേ വാഹനത്തിൽ വണ്ടാഴിയിലേക്ക് മടങ്ങി. ഇതിനിടെ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അടുത്ത ബന്ധുവിനെ ഫോണിൽ അറിയിച്ചു. വീട്ടിലെത്തി കാർ നിർത്തിയിറങ്ങിയതിന് പിന്നാലെ കൃഷ്ണകുമാർ അച്ഛന്റെ മുമ്പിൽ വെച്ച് സ്വയം നിറയൊഴിച്ചു മരിക്കുകയായിരുന്നു. എയർഗണ്ണാണ് കൊലപാതകത്തിനും ആത്മഹത്യക്കും ഉപയോഗിച്ചത്. ആൺസുഹൃത്തുമായുള്ള ഭാര്യയുടെ സൗഹൃദം കൃഷ്ണകുമാർ വിലക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്നുള്ള തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. സിംഗപ്പൂരിലും മലേഷ്യയിലും ജോലി ചെയ്തിരുന്ന കൃഷ്ണകുമാർ പ്രണയിച്ചാണ് കോയമ്പത്തൂർ സ്വദേശിനിയായ സംഗീതയെ വിവാഹം കഴിച്ചത്. അധ്യാപികയാണ് കൊല്ലപ്പെട്ട സംഗീത. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. സംഗീതയും മക്കളും ഇടയ്ക്കെല്ലാം പാലക്കാട് വണ്ടാഴിയിലുള്ള കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ഓണാവധിക്കും അവർ ഇവിടെ എത്തിയിരുന്നു. പട്ടണം പുതൂറിലെ സുലൂരിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമായിരുന്നു നേരത്തെ കൃഷ്ണകുമാറും താമസിച്ചിരുന്നത്. പിതാവ് സുന്ദരൻ അസുഖബാധിതനായതോടെയാണ് വണ്ടാഴിയിലെ കുടുംബ വീട്ടിലേക്ക് ഇയാൾ താമസം മാറ്റിയത്. സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചിരുന്ന കൃഷ്ണകുമാർ ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തമിഴ്നാട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദമ്പതിമാർക്കിടയിലെ ഭിന്നത ബന്ധുക്കളും ശരിവെക്കുന്നുണ്ട്. സംഗീതയിൽ നിന്ന് വിവാഹമോചനം നേടാനുള്ള വഴികളും കൃഷ്ണകുമാർ ആലോചിച്ചിരുന്നതായാണ് വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പാലക്കാട്.